ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ബിക്കോസ് ഇതെൻ്റെ പുതിയ ചാനലാണ് ആൻഡ് എൻ്റെ പഴയ ചാനൽ അടിച്ചു പോയി ഗൈസ്. അപ്പം ഇനി മുതൽ ഇതാണ് എൻ്റെ ചാനൽ. അപ്പോൾ യെസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, ബിക്കോസ് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. സോ നമുക്കൊന്ന് പറശ്ശിനി പോയിട്ട് വരാം. ബാ ആൻഡ് ഐ എം റെഡി. അപ്പോൾ ഇതാണ് ഗൈസ് ബ്ലോഗ്. ഒരു സാമിയാന്ന് പറയുന്നത് ഗൈസ്. മുദ്ര ചോദിക്കും. മുദ്രയുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പറശ്ശിനി എത്തി സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരോൺ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് നമുക്ക് മുത്തപ്പനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചന്തയിലൂടെ ഒക്കെ ഇങ്ങനെ പറശ്ശിനിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറശ്ശിനിയിൽ പോകുന്ന വഴിക്ക് മൊത്തം ചന്തയായിരിക്കും. ചന്ത എന്ന് വെച്ചാൽ അതായത് ഈ കടകൾ, ഇതാണ് നമ്മുടെ മുത്തപ്പൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കവാടം കേട്ടോ. പിന്നെ ഇത് പറശ്ശിനി പുഴ. ഞാൻ പുഴയിലേക്ക് ഇറങ്ങി കാലൊക്കെ കഴുകി സെറ്റായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ അലൗഡല്ല. ഫോൺ അലൗഡല്ല മീൻസ് വീഡിയോസും ഫോട്ടോഗ്രാഫ്സൊന്നും അലൗഡല്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് മുത്തപ്പൻ്റെ പ്രസാദം, അതായത് നമ്മുടെ പയറ് പുഴുങ്ങിയതാണ് അവിടെ പ്രസാദമായിട്ട് കിട്ടുക. പിന്നെ ചായയും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പറശ്ശിനിയിൽ നിന്ന് ഇറങ്ങി ഗൈസ്, നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് ദൂരം വെച്ച്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പറശ്ശിനിയിൽ നിന്ന്. നമ്മൾ കുന്നത്തൂർ പാടിയിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ തിരക്കുണ്ടാവില്ലാന്ന്, പക്ഷെ എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായി. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. തിരിച്ച് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് വൈകുന്നേരം ഒരു കേക്ക് കട്ടിങ് ആണ് ഉള്ളത്. ഇതൊക്കെ ഉണ്ട്. ഞാൻ സ്റ്റുഡിയോയിലെത്തി, ഓൾമോസ്റ്റ് റെഡി ആയിട്ട്. സ്റ്റുഡിയോയിൽ നിന്നാണ് കേക്ക് കട്ടിങ് ഒക്കെ കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിവിടെ കൊടുക്കാവേ. എല്ലാം സെറ്റാക്കിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്ന കേസ്. ഞാനിവിടെ ചീഞ്ഞളിയുകയാണ്. ഇവർ പാട്ടും വെക്കുന്നില്ല, എന്നെ ഒരുമാതിരി ഇതാക്കിയിട്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പാരൻസൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയി. പിന്നെ ചെറിയൊരു ഫുഡ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ട് ഈ വർഷത്തെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഓരോ ഗിഫ്റ്റ്സും ഞാൻ ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട്. എൻ്റെ ഗിഫ്റ്റ്സ്, എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒച്ചപ്പാടാണ് കേൾക്കുന്നത്. അടുത്തത് ഒരു ഷർട്ടാണ്. ഇത് ഞാൻ ഇട്ട് നോക്കിയതാണ് ഓൾറെഡി. രണ്ട് കാട്ടും തന്നെ കേട്ടോ. ഇത് ചേച്ചി അറിഞ്ഞു ആ ഷർട്ട്. ഇത് രണ്ട് കാട്ടും തന്നെയാണ്. അടുത്ത ഗിഫ്റ്റ്. എനിക്ക് വാച്ച് വീണ്ടും കിട്ടി ഗൈസ്. താങ്ക് യു. ഇത് ഈ വീഡിയോഗ്രാഫർ എൻ്റെ അനിയത്തി തന്ന ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ഇത് ഞാൻ ഓൾറെഡി സ്റ്റോറി ഇട്ടതാണ്. എൻ്റെ സ്റ്റുഡിയോയിലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ നിത്യേട്ടാ. And next one is t-shirt. Nice. നോക്കാം ഇതെന്താണ്. വാച്ചാണോ? ഇവര് പറയുന്നു വാച്ചാണ്, എല്ലാരും പറയുന്നു വാച്ചാണ്. എനിക്കും തോന്നുന്നത് വാച്ചാണ് ഗായ്സ്. കണ്ടില്ലേ? ഷർട്ടോ അല്ലെങ്കിൽ ടീഷർട്ടോ അല്ലെങ്കിൽ പാൻറ്റോ ഷർട്ടാണ് ഗായ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എനിക്ക് തോന്നുന്നു ശൃംഗ തന്നെയാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ സ്റ്റുഡിയോയിലോട്ടി
നല്ല കളർ ഭയങ്കര ഇഷ്ടമായത്. ഈ ടൈമിലെല്ലാം ഇടാൻ പറ്റുന്ന നല്ല ഡ്രസ്. തണുപ്പിലിടാൻ പറ്റുന്ന നല്ല ഷർട്ട്. ഇതിന്റെ ഇടയിൽ പിള്ളേരെ കുറച്ച് കമന്റ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഈ രാത്രിക്കെല്ലാം എവിടെയോ കറങ്ങാൻ പോണില്ലേ? ഇത് ടീഷർട്ടാണ്. അതും ഇല്ലാത്ത ബ്ലാക്ക് ബ്ലാക്ക് അല്ല, ഇത് ബ്ലൂ ആണ്. അല്ല അതിൽ എഴുതിയത് ഞാൻ പഠിച്ചിനി. തേജസിന്റെ ഗിഫ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അശ്വിന്റെ ഗിഫ്റ്റ് ആയിരിക്കണം. തേജസ് അശ്വിൻ ഒരു കൊല്ലം ഡ്രസ് മേടിക്കണ്ടല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ കാര്യങ്ങളൊക്കെ ഇത് വീണ്ടും ഒരു ഗിഫ്റ്റ്. ടീഷർട്ടാ അല്ല ഇത് എനിക്ക് പണ്ട് ഇഷ്ടപ്പെട്ട മേക്കുന്ന കിക്കാത്തൊരു കളറില്ലേ, അതിന് പകരം അത് അടി കീറിയിട്ട് നീ ഇടലില്ലായിരുന്നു. മിനിയേച്ചിന്റെ ഗിഫ്റ്റ്, കൃഷ്ണേന്ദുവിന്റെ ഗിഫ്റ്റ് ആട്ടാ ആണെന്നാണ് ഇത് വിശ്വാസം. ഷർട്ടിനൊക്കെ ഇടല് ഷർട്ടല്ലേ, ഷർട്ടിനിടയില്ല. ഷർട്ട് ഇപ്പൊ ഞാൻ അത്യാവശ്യം ഇടുന്നുണ്ട്. എനിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ അതിന്റെ അതേ ഇല്ല, സെയിം സാധനം. ഇത് അശ്വിന്റെ ആയിരിക്കും. അതായത് തേജസ് അശ്വിനും സെയിം ആണ് എടുത്തത്. എനിക്കൊരു ഇൻഡ്യൂഷൻ വന്നായിരുന്നു. അപ്പൊ ഇൻഡ്യൂഷൻ അല്ല, മാറ്റപ്പെട്ടൊരു കളർ എടുക്കണം. അപ്പൊ ഇത് തേജസ്യോ ഇത് അപ്പൊ ഏതെങ്കിലും രണ്ടുപേരും അത് നീ ആർക്കും കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ വീണ്ടും ടീഷർട്ട്. അത് സൈസ് അമ്മ അന്നായിരിക്കും, അരുണിന്റെ അമ്മ തന്നതായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. ഇതെല്ലാം സ്റ്റുഡിയോന്ന് കേക്ക് കട്ട് ചെയ്തപ്പോ എന്റെ ഫാമിലീസ് തന്നതാ. എന്റെ സ്റ്റുഡിയോത്തെ ഫാമിലീസ്. വീണ്ടും ടീഷർട്ടാണ് കേട്ടോ. എല്ലാം വേറെ വേറെ കളർ കിട്ടി ഗൈസ്. ഇഷ്ടംപോലെ ടീഷർട്ട് കിട്ടി ഗൈസ്. ഇനി എപ്പോഴും മാറ്റി മാറ്റി ഇടാം. സാധാരണ അപ്പോൾ മറ്റേ ഒരു വയലറ്റും ഒരു വൈറ്റും ഒരു ബ്ലാക്കും ഒരു റെഡും ഇത് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറച്ച് സ്റ്റിക്കർ കാണിച്ചേ. ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദന. നല്ല രസമുണ്ട്. അവിടെ സമാപ്തത്തിലെ സമ്മർ കളയല്ല, എനിക്ക് കളയണ്ട, ഞാൻ എടുത്തോളൂ. കൊണ്ടുപോകാനും ആളായി. ഹാപ്പി ബർത്ത്ഡേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇതില്ലേ പേഴ്സും കീ ചെയിൻ പെന്ന് അതാണെന്തോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്ന ഗിഫ്റ്റ് ആണ്. നന്ദന ഇഷ്ടമാർപ്പില്ല. നന്ദനല്ല, ഇവിടെ വരുന്ന വിളിക്കല്. സ്റ്റുഡിയോയില് വന്നിനാ. ഞാൻ എങ്ങനെ പൊളിക്കും സൈഡൊന്നും ഇവളെ കാണും, ഇവളെ അടുത്താണില്ലേ, അങ്ങനെ ഇവിടെ പേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞു ഇതില്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അല്ല ഫ്രെയിം ഇത്തിരി ചെറുതാ. ചാൻസസ് ഉണ്ട്. ഫ്രെയിം ഇത് കൊള്ളാം. നെവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. ഞാൻ പറഞ്ഞ ശരി. ഇത് നോക്ക്, ഇതില് ഡാൻസിന്റെ ബേസ് ചെയ്തിട്ട് ഒരു സാധനം, പിന്നെ ഒരു ബാക്ക് സൈഡ് ആൻഡ് ഇറ്റ്സ് മൈ റീസെന്റ് ഫോട്ടോ. എന്താ നിമ്മക്ക് കാണിച്ചു തന്നു, കണ്ടാ? താങ്ക് യു. എല്ലാരും ഇതിനു വേണ്ടി ഇത് സൗമേശി എന്താണ്? ഇത് തന്മയ ആൻഡ് സത്മയ എന്റെ സ്റ്റുഡിയോയില് 2 സ്റ്റുഡൻസ് വന്നതാണ്. ആൻഡ് ഐ മേഡ് ഇറ്റ് ഫോർ ചെറിയ ഗിഫ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? ഇതില് തരുമോ? അല്ല അങ്ങനെ
ബൈക്കാ ഈ മാമിന് ബൈക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ ബാഗ് ബാഗ് അതേലും അല്ല ഉണ്ട് അതില് സാധനങ്ങളുണ്ട്. ആൻഡ് പെർഫ്യൂം. പെർഫ്യൂം. ഫുള്ള് അടിച്ച് I think it's a watch. വാച്ചാ. Oh, watch. എത്ര വാച്ച് കാണിച്ച് Watch ആണ് ട്ടോ ഇതില്. അപ്പൊ ഇത് ഭയങ്കര ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് വാച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാഷ്വലിന്റെ വാച്ച്. And this one. And this one. ഇത് നന്ദന തന്നെയാണ്. And ഇതൊക്കെ എന്റെ ഗിഫ്റ്റുകൾ കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇത് ഞാൻ ആർക്കും തരില്ല കാരണം ഇത് ഗിഫ്റ്റ് ആണ്. വേറെ വേണമെങ്കിൽ മേടിച്ചുതരാം. ഓക്കെ ആയിക്കോട്ടെ. And yeah, the gift is almost done, guys. And thank you so much for your love and support. And I love you too. And ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ബർത്ത്ഡേ വ്ളോഗായിരുന്നു അത്. ഞാൻ രാവിലെ പറശ്ശിനി പോയതും അതുപോലെ നമ്മുടെ സ്റ്റുഡിയോയിലെ കേക്ക് കട്ടിങ്ങും അതുപോലെ എൻ്റെ ഗിഫ്റ്റ് അൺബോക്സിങ്ങും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഞാൻ ഇനി പെട്ടെന്ന് വീഡിയോസ് ഇടാൻ ഞാൻ നോക്കും. ഇത് എൻ്റെ ആക്ച്വലി ഈ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ ചാനലിൽ. ഇനി മുതൽ ഞാൻ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നതായിരിക്കും. ബൈ.